ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ നമുക്കൊരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ നമ്മളുണ്ടാക്കി ഒരു ചെറിയ കെട്ടിടം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇത്രയും മാന്യമായിട്ട് കേൾക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അത് നമ്മൾ കൊടുത്ത പെറ്റീഷൻ പോലും അയാൾ 100% വായിച്ചു എന്നുള്ളതാണ്. ഞാൻ വേറെ വല്ലവരാണ് ഇത് മടക്കി ഒന്നാമത്തെ ടൈം നല്ല കറക്റ്റാണ്. രാവിലെ ആദ്യത്തെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആവുമ്പോൾ എപ്പോഴും ആ ശ്രദ്ധയോടെ ഇരിക്കും. എന്നാ ശനി പറയാൻ വേണ്ടി അതെ അതെ ഒഴിയാനൊക്കത്തില്ല. എന്നാ പുള്ളി MLA അല്ലതാണ്. നല്ലതാണ്. നമ്മുടെ സിനിമയിലെ കാണുന്ന തോറ്റ MLA എന്ന് പറയുന്നതാണ്. പക്ഷെ വാല്യൂ ഉണ്ട്. അൽഫോൻസ കോളേജ് അല്ലേ? സെന്റ് തോമസ് ബിഷപ്സ് ഹൗസ് പോയിട്ട് നമ്മുടെ കൂടെ വന്ന പുള്ളിക്ക് സന്തോഷമായി. കാരണം പുള്ളിയുടെ മോളെയാണോ ആരാ ജെയിംസ്? പുള്ളിയാണെങ്കിൽ ഒരു സമാധാനമുള്ള മനുഷ്യൻ, ഒരു ചാട്ടക്കാരനാണ്. ചിലര് രാഷ്ട്രീയക്കാരെ മുട്ടിക്കാൻ വരുന്നത് ഭയങ്കര ജാടാണ്. അപ്പൊ ഇന്നലെ ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് എനിക്ക് എന്നെ PC ജോർജിനെ മുട്ടി ചേരണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ആദ്യം ചോദിച്ചാൽ എങ്ങനെ എന്തോ അദ്ദേഹം കൊണ്ടുള്ള പ്രയോജനമൊന്നേ മനസ്സിലായില്ലേ? അദ്ദേഹം ഇടപെട്ടാൽ എന്താണ് ഇതിൻ്റെ അകത്ത് കോടതി ഇരിക്കുന്ന ഒരു കാര്യമില്ലേ? അപ്പോഴാണ് പിന്നെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു അദ്ദേഹം തന്നെ വേണം. കാരണം അദ്ദേഹം ഇടപെട്ട ഒരു കേസിൻ്റെ വേറൊപ്പിലാണ് ഇവരെ എൻ്റെ കെട്ടിടം പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നത്. സംഭവിച്ചോട്ടോ പുള്ളിയോട് അത് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നേരെ ഞാൻ പറപ്പിച്ചായിരുന്നു പാറ പൊട്ടിക്കാൻ പുള്ളിയുടെ സ്ഥിരം ഒരു വാക്കാണ്. പൂപ്പുറത്തരമല്ല എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്. ഈ ചാനലിലെല്ലാം വന്നിരുന്ന് പറയുന്നത് ആരോടാണേലും അത് പറയും. എനിവേ വളരെ സന്തോഷമായിരുന്നു. കൊട്ടാരമറ്റം സ്റ്റാൻഡ്. ഓക്കെ.